സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി സാരി ഉടുപ്പിച്ചൊക്കെ കൊടുക്കാൻ പഠിപ്പിച്ചെങ്കിലും കൂടി മിത്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് സാരി മേടിച്ച നാളോട് തന്നെ സാരി ഉടുപ്പിച്ച് തരാനും പറയുമെന്ന് പറഞ്ഞപ്പോൾ അയ്യേ എന്ന് പറയുന്നത് എന്തയ്യേ ഒരു കുഴപ്പമില്ല പറഞ്ഞു നോക്ക് നടക്കുമെന്ന് അറിയാലോ എന്ന് പറയും. പിന്നീട് മിത്ര ഇങ്ങനെ സാരിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആര്യം വണ്ടിയുടെ താക്കോല് ചോദിച്ചു വരും. ആര്യ എനിക്ക് ഇന്ന് കോളേജിലേക്ക് സാരി എടുത്ത് പോകേണ്ട ദിവസമല്ലേ എന്ന് ചോദിക്കും. അതെ അതറിയാലോ അതുകൊണ്ടാണല്ലോ സാരി വാങ്ങി തന്നത്. അതല്ല എനിക്ക് ഉടുക്കാനറിയില്ല, എന്നെ ഒന്ന് ഉടുപ്പിച്ച് തരുമോ എന്ന് ചോദിക്കും. നീ എന്നിട്ട് പറഞ്ഞോ സാരി ഉടുപ്പിച്ച് തരാനാ? സാരി ഉടുക്കാൻ ഏത് പെണ്ണുങ്ങൾക്കാണ് അറിയാത്ത? ആര് പറഞ്ഞു നിന്നോട് എന്നെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ? മീനാക്ഷി ചേച്ചി പറഞ്ഞു എന്ന് പറയും. ഏട്ടത്തി അങ്ങനെയൊക്കെ പറയും, ഞാനൊന്നും സാരി ഉടുപ്പിച്ച് തരുമൊന്നുമില്ലേ, എല്ലാ പെണ്ണുങ്ങൾക്കും സാരി ഉടുക്കാനറിയാം. നീ ഇത് നുണ പറയുന്നതല്ലേ എന്ന് പറഞ്ഞ്. സാരി ഉടുക്കാനറിയില്ലേ നീ കോളേജിലേക്ക് പോകണ്ട, എന്നാൽ ശരി ഞാൻ ചുരിദാർ ഇട്ട് പോകാമെന്ന് പറഞ്ഞ് മിത്ര സാരിയുമായി അളമാരുടെ രീതിക്ക് പോകുമ്പോൾ വേണ്ട അങ്ങോട്ട് കൊണ്ടാന്ന് പറയും. പിന്നീട് ശരിക്കും സ്ത്രീകൾ പോലും തോറ്റു പോകുന്ന രീതിയിലാണ് ആര്യൻ സാരിയൊക്കെ ഞൊറിയുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മിത്രയ്ക്ക് സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ കോളേജിലേക്ക് വണ്ടിമേൽ പോകാൻ പോകുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ആ വലിയ ബാണ്ടക്കെട്ട് പോലത്തെ ബാഗ് മിത്രയുടെ കൈ പിടിച്ച മിത്ര പറഞ്ഞു എനിക്ക് സാരി കൊടുത്ത് കയറാൻ പറ്റില്ല ആര്യ, ഞാൻ വീഴും എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ പറയണേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കും. അതൊന്നും പറ്റില്ല, എന്നാൽ നീ ഓട്ടോ വിളിച്ച് പോകാൻ പറയും. കോളേജിലേക്ക് നേരത്തെ എത്തണം, എന്ത് പറഞ്ഞാലും ശരിയാവില്ല, തോളിൽ വേണമെങ്കിൽ കൈവച്ചോളാൻ പറയും. തോളിൽ കൈവച്ചാലും ഈ ബാഗും സാരിയും കൂടി എനിക്ക് പറ്റില്ല, എന്തായാലും ആര്യം പൊക്കോ ഞാൻ ഓട്ടോ വിളിച്ച് പോകാമെന്ന് പറയും. ഓട്ടോ വിളിച്ച് എന്തായാലും മിത്രനെ വിടാനും ആര്യന് സമ്മതമല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ട നീ കയറ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. സമയം പിന്നെ ഗോമതിനെയും ബാലനെയും കാണിക്കുന്നത്. ബാലൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാൻ പോണ്. ഗോമതി ചായ ആയിട്ട് വരുന്നുണ്ട്. സമയത്ത് ഗോമതി മാപ്പൊക്കെ പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടതെന്ന്, അച്യുതേട്ടനായിട്ടുള്ള വഴക്കും എല്ലാം കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ച് പേടിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും സാരില്ല ഗോമതി എന്ന് പറയും. എന്നാൽ ഒന്ന് ചിരിച്ചിട്ട് പറയാൻ പറയുമ്പോൾ ബാലൻ നല്ല സന്തോഷത്തോടെ ചിരിച്ച് അങ്ങനെ ഗോമതി ചായ കൊടുക്കുമ്പോൾ തന്നെ കയ്യിൽ നിന്ന് കപ്പ് താഴെ വീണ് പൊട്ടും. അപ്പോൾ ഗോമതി വലിയ വായിൽ കരയുന്നുണ്ട്. അയ്യോ ഗ്ലാസ് പൊട്ടാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തോ അപശകുനമാണ്, എന്തോ സംഭവിക്കാൻ പോണ്, ആപത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആ ജ്യോത്സ്യം പറഞ്ഞതോടുകൂടി എനിക്കാകെ സമാധാനമാണെന്നൊക്കെ പറയും. മീനാക്ഷി ഇടുങ്ങി ഓടി വന്നിട്ട് എൻ്റെ അമ്മ ഒരു ഗ്ലാസ് താഴെ വീണല്ല, അത് ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം, അതിനിപ്പോൾ എന്നിട്ട് അച്ഛൻ്റെ കൈ അറിയാണ്ട് തട്ടി വീണാണ്, ഇതിനൊന്ന് നിമിത്തം അങ്ങനെയൊന്നും പറഞ്ഞ് അമ്മ ഇനി അത് കരഞ്ഞും പിടിച്ച് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോമതിനെ വഴക്ക് പറയുന്നുണ്ട് മീനാക്ഷി. മോളെ അതല്ല എന്തൊക്കെയോ ആപത്ത് വരുന്നുണ്ട് എൻ്റെ ഗോമതി, നീ അതും ഇതൊന്നും പറയണ്ട ഞാൻ പോകണമെന്ന് പറയും. ആ ചെറു ഗ്ലാസ് ചായയും കൂടെ ഞാൻ തരാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ എനിക്ക് ചായയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോകും അവിടെ ചെന്നിട്ട് കുടിച്ചോളാം എന്ന് പറയും. അങ്ങനെ ബാലൻ പോവും. ഗോമതി വീണ്ടും പ്രാർത്ഥിച്ചും കരഞ്ഞൊക്കെ നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമംഗലം കാണിക്കുന്നുണ്ട്. കൃഷ്ണമംഗലത്താണെങ്കിൽ അച്ഛൻ എന്തിനാ ആ ബാലനോട് അളിയനാണെന്നൊക്കെ പറഞ്ഞത്, അച്ഛൻ അയാളായിട്ട് സഹകരിക്കാൻ പോകണമെന്നൊക്കെ ചോദിക്കും. പറഞ്ഞേ അതൊന്നല്ലടാ, ഇതാണ് ഞാൻ പോകുന്ന തിരി ആളിക്കത്തുന്നാണ് എന്ന് വെച്ചാൽ അച്ഛൻ തെളിച്ച് പറ, അത് 2 ദിവസത്തിനുള്ളിൽ സംഭവിക്കും, നീ അത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. എന്താണ് അച്ഛാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇന്നടാ, അയാളെ ഈ അവൻ്റെ ചിരി ഞാൻ അവസാനിപ്പിക്കും എന്ന് മാത്രം പറയുന്നുള്ളൂ, കാര്യമായിട്ട് അയാളൊന്നും പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് മിത്ര അങ്ങനെ ആര്യൻ്റെ കൂടെ പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. വണ്ടിമേലിരുന്ന് വട്ടയിരുന്ന് പോകുന്നതും മടിയൊക്കെ എടുക്കുന്നതും ചോറ് വാരി കൊടുക്കുന്നതായി ഒരുപാട് കാര്യങ്ങൾ മിത്ര വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മിത്രയ്ക്ക് ഇപ്പോൾ ഒടുക്കത്തെ പ്രണയമാണ് ആര്യനോട്. ആര്യൻ പ്രണയം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാണ്ട് കട്ടയായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ആര്യനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളോട് കൂടിയുള്ള കുറേ ഭാഗങ്ങൾ മിത്രയുടെയും ആര്യൻ്റെയും പ്രണയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. കോളേജിലെത്തിയിട്ട് മിത്ര ഇറങ്ങണില്ല, ആര്യൻ ഇറങ്ങുന്നു പറഞ്ഞെങ്കിലും മിത്ര പകൽക്കിനാവ് കണ്ടിങ്ങനെ ഇരിക്കുന്നു. വണ്ടി വന്ന് ഇറങ്ങണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് മിത്ര കണ്ണ് തുറക്കുന്നത് തന്നെ. എന്നിട്ട് പിന്നെ ആ ബാഗൊക്കെ കൊടുത്ത് ആര്യൻ വണ്ടി തിരിക്കുന്നതും ബാഗ് തോളിലിടുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ നോക്കി നിൽക്കുന്നത്. എന്താ നീ പോണില്ല എന്ന് ചോദിച്ചപ്പോൾ പോകണമെന്ന് പറയും. എന്നിട്ട് മിത്രയ്ക്ക് ആര്യന് വീണ്ടും കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ആര്യന് പ്രണയത്തോടെ തന്നെ മിത്ര നോക്കി നിൽക്കുന്ന ഒരു ഭാഗം. പിന്നീട് കാണിക്കുന്നത് ബാലൻ കടയിലേക്ക് വരുന്ന ആ സമയത്ത് ഒരു കാറ് വന്ന് വട്ടം നിൽക്കുന്നുണ്ട്. ശരിക്കും ആ കാറ് ബാലൻ്റെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് മുട്ടുന്നുണ്ട്. 2 ചെറുപ്പക്കാരായിരുന്നു. അവർ എവിടെ കാറ് അറിഞ്ഞിട്ടുണ്ടോ നോക്കിയിട്ട് ആ പയ്യൻ ആര്യൻ്റെയൊക്കെ പ്രായമുള്ളൊരു പയ്യനാണ് ബാലനെ എടാ നോക്കി ഓടിക്കേണ്ട, വണ്ടി കണ്ണുണ്ടെങ്കിൽ വണ്ടി വീട്ടിൽ വെച്ചിട്ട്
ഇറങ്ങി നടക്കണോടാ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ നിനക്ക്, പ്രായമുള്ളവരൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണ്ടേന്നൊക്കെ ചോദിക്കും. നമ്മുടെ ആര്യനാണെങ്കിൽ ജോലിക്ക് പോകുന്ന വഴിയിൽ ഇത് കാണുന്നുണ്ട്, മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട്. അച്ഛനെ അപമാനിക്കണമൊക്കെ കേട്ട് അപ്പോൾ ആ കൂടെ ഉണ്ടായ ഒരു പയ്യൻ ഇത്തിരി മര്യാദക്കാരനായിരുന്നു. സോറി ചേട്ടാ, സോറി, സാരില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ പൊക്കോന്ന് പറയും. അങ്ങനെ ബാലൻ പോകും. ബാലൻ പോയി കഴിയുമ്പോൾ ആര്യൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവരടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ പോയിരിക്കുള്ളൂ. ആര്യൻ കാലുകൊണ്ട് ചവിട്ടി ഡോറ് തുറന്നൊന്നും കൂടെ. നീ ആരണ്ടാന്ന് ചോദിക്കും. എടാ ഞാനേ ആ പോയ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മോനണ്ടാ, എൻ്റെ അച്ഛനെ അധിക്ഷേപിക്കുക, നീ ആയടാന്ന് ചോദിച്ച് മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞിട്ട് സാരില്ല, ക്ഷമിക്ക് ബ്രോ, അതറിയാണ്ട് സംഭവിച്ചാണ്, അവന് തെറ്റുപറ്റിയാണ്ട, ഇതിന് പകരം ഞാൻ ചോദിച്ചിരിക്കും, നീ നോക്കിക്കോ, കാത്തിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആര്യൻ്റെ കൂട്ടുകാരൻ ആര്യനെയും കാത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും കാണുന്നില്ല. എന്താടാ ഇത്ര നേരമായിട്ട്, നീ നേരം വൈകിയെന്നൊക്കെ ചോദിക്കുമ്പോൾ വഴിയൊരു പ്രശ്നമാടാ, എൻ്റെ അച്ഛനെ 2 ചെറുപ്പക്കാരെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ നീ അവരായിട്ട് വഴക്കുണ്ടാക്കിയ ചെറുതായിട്ട്, നീ എന്തിനാ ആവശ്യമില്ലാണ്ടൊക്കെ വഴക്കുണ്ടാക്കണേന്നൊക്കെ ചോദിക്കും. അതല്ലടാ എൻ്റെ അച്ഛനെ അവൻ ബഹുമാനിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. നിനക്ക് നിൻ്റെ അച്ഛനെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇഷ്ടമില്ലാണ്ട് എന്നൊക്കെ പറയും. അല്ല നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ലോൺ വേണോടാ, എവിടെയെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നീ അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നിനക്ക് ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അല്ലടാ മിത്രനെ IAS വിടാനാണ് അവളെ വീട്ടുകാർ അങ്ങനെ അവൾ ആഗ്രഹിച്ചതെന്ന്, ആ IAS വിടാൻ ഇപ്പം എൻ്റെ കൂടെ പോന്നിട്ട് അവൾ പടുകുഴിയിലായി എന്നൊരു തോന്നൽ വേണ്ട, ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും അവളെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് വീട്ടിൽ പ്രോപ്പർട്ടി വല്ലതും ഉണ്ടോ, ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതെ മംഗലവും ആ കടയില്ലാണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലടാ, ഞങ്ങളുടെ അച്ഛൻ പാവം, ഞാനും ഇത്രയും തന്നെ ജീവിക്കാൻ എന്തൊരു ചിലവാണ്, അപ്പം 5 മക്കളും 2 ആളും കൂടെ 7 വയറ് കഴിയണമെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ഒരു സിനിമയ്ക്ക് പോയിട്ടില്ല, ഒരു ആഘോഷങ്ങളിൽ കാശ് കൊടുത്ത് പോയിട്ടില്ല, ഒരു ടൂറ് പോയിട്ടില്ല. എന്തിനും ഏതിനും അച്ഛൻ എല്ലാവരെയും കുറ്റം പറയുന്നുണ്ടെങ്കിലും കിട്ടുന്ന കാശ് മുഴുവൻ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് അച്ഛൻ ദേവമംഗലം ഉണ്ടാക്കിയതും ഗോമതി സ്റ്റോഴ്സ് ഇത്ര ആക്കിയതൊക്കെ എൻ്റെ അച്ഛൻ്റെ വേർപ്പുണ്ടാകുന്ന. അപ്പോൾ നിൻ്റെ അച്ഛനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ മാറിക്കണേന്ന് ചോദിച്ചപ്പോൾ അത് ഒരു ഭാഗം, എൻ്റെ അച്ഛന് ചെറുപ്പത്തിലേ തുടങ്ങി എന്നെ തല്ലും, ഞാനും ചേട്ടന്മാരും ഒരേ കുറ്റം ചെയ്താലും എന്നെ മാത്രം അടിക്കും. അപ്പം എനിക്ക് അച്ഛനോടൊരു ചെറിയൊരു ഇഷ്ടക്കുറവൊക്കെ തോന്നും. അപ്പം അച്ഛനെ ഞാൻ എതിർക്കാറുണ്ട്, അത്രയേ ഉള്ളടാ, അല്ലാണ്ട് അച്ഛനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. അത് പോട്ടെ, ചിലപ്പോൾ അച്ഛന് മറ്റുള്ള മക്കളോടായിരിക്കും കൂടുതൽ സ്നേഹം, അതുകൊണ്ടായിരിക്കും എന്നെ മാത്രം അടിക്കുന്നത്, ഒരാൾക്ക് വഴക്കുണ്ടാക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലോണിൻ്റെ കാര്യം ഞാൻ സംസാരിക്കാമെന്ന് പറയും, ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറയും. പെട്ടെന്ന് തന്നെ ആര്യൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അല്ല, ഫുഡ് ഡെലിവറിയുടെ ആവുമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ആദ്യത്തെ ശമ്പളം, അയ്യോ എൻ്റെ ആദ്യത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്നടാ, എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറഞ്ഞിങ്ങനെ ആര്യം വലിയ സന്തോഷത്തോടെ ചിരിക്കുന്ന കണ്ടപ്പോൾ കൂട്ടുകാരനും വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലൻ ബാങ്കിൽ നിന്ന് നടന്നു വരുന്നു. ആ സമയത്ത് ആകാശും മാമനും കൂടി വന്ന് നിന്നിട്ട് റിയാളിനെ എവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാങ്കിൽ പോയതെന്ന്, വണ്ടി എടുക്കാണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇതെന്ത് പാട്, ഇത് ഇവിടം വരെയല്ല, ഞാൻ നടന്നല്ലേ എന്നും പോക്ക്, അച്ഛൻ വരുന്ന വഴിയിലൊരു പ്രശ്നം ഉണ്ടായിന്ന് പറയണ്ടല്ലോ, 2 ചെറുപ്പക്കാരെ അച്ഛനെ അപമാനിച്ചെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? അത് കടയിൽ വന്നൊരാൾ പറഞ്ഞതാണ്, അയാൾ കണ്ടതല്ല, വേറൊരാൾ കണ്ടിട്ട് പറഞ്ഞതാണ്, പറയച്ച അവനേതാണ്, അവൻ ഏതായാലും അവനെ വീട്ടിൽ പോയി ഞാൻ തല്ലുന്നൊക്കെ ആകാശ് പറഞ്ഞപ്പോൾ നിനക്കൊന്നും വേറെ പണിയില്ലേ? അത് സാരില്ലടാ, എനിക്കത് വലിയ വേദനയായിട്ട് തോന്നിയില്ല. അളിയനത് പറയും, നമ്മുടെ അലോകിന് ഇവന്മാർ തല്ലാൻ പോയപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഞാൻ പറയില്ല. ആര്യനെയും ആകാശിനെയും ആനന്ദിനെയും ഒക്കെ കൂട്ടിയിട്ട് അവന് 2 കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതേ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, ആര്യൻ എന്നെ അപമാനിച്ച വേദനയൊന്നും എനിക്കിതിന് തോന്നിയില്ല, പിന്നെ എന്നെ ഇവന്മാരെ അപമാനിക്കുന്നത് ആര്യൻ കാണണമായിരുന്നു, ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആര്യൻ തന്ന വേദനകളൊന്നും ഇതൊന്നും അല്ലടാ എന്ന് പറഞ്ഞ് ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.